നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും പല കുട്ടികൾക്കും അവർ വിചാരിച്ച ആ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റുന്നില്ല. നമുക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു, നന്നായിട്ട് പരീക്ഷ എഴുതി, എന്നിട്ടും എന്താണ് എനിക്ക് ഇത്രയും കുറച്ച് മാർക്ക് കിട്ടുന്നതെന്ന്. ശരിയല്ലേ? ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം നിങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിച്ച കാര്യങ്ങളെ ശരിയായ രീതിയിൽ പേപ്പറിലോട്ട് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. സോ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ എക്സാം എഴുതേണ്ടത്? അതായത് നിങ്ങളൊരു 60% മാർക്കിനുള്ളതേ പഠിച്ചിട്ടുള്ളൂവെങ്കിലും ആ ഒരു 60%-ൽ നിന്നും 85 to 90%-ലോട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന രീതിയിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മാർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടിപ്സ് ടു റൈറ്റ് എക്സാം ലൈക്ക് എ ടോപ്പർ. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് started. Number 1, attend all questions. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഉള്ളതുപോലെ നമ്മുടെ സാധാരണ പരീക്ഷകൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതോർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. സോ എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എഴുതുക എന്നുള്ളതാണ്. പക്ഷേ